ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നമ്മുടെ കേരളത്തിൽ മാത്രം ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ട ആളുകളുടെ ഒരു ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഭൂരിഭാഗവും ഇവിടെ തീവ്രമായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിരുന്ന സംഘടനകളുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ആളുകളാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരന്തരമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള വിഷയം തന്നെയാണ്. ഇത് നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. കഴിഞ്ഞൊരു 3 വർഷങ്ങൾക്ക് മുന്നേ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ഇവിടെ ഇതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തുവിടുന്നത് തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തുന്നത് പാലാ ബിഷപ്പായിട്ടുള്ള ഫാദർ മാർ ജോസഫ് കല്ലറിങ്ങാട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവനയിൽ വലിയ രീതിയിൽ അസഹിഷ്ണുത പൂണ്ട് ഇവിടെ കോളിളക്കം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മുന്നിലേക്കൊക്കെ ഈ ലിസ്റ്റ് അങ്ങ് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് പറയും എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. പക്ഷേ അവരെപ്പോഴും പറയും ഇതിന്റെ കൂട്ടത്തിൽ വേറെ ചില ആളുകൾ കൂടി ഉണ്ടല്ലോ, അപ്പൊ അവർക്കൊന്നും ഈ പറയുന്ന സംഘടനകളുമായിട്ടൊന്നും ബന്ധമില്ലേ. ഇതൊക്കെ ഒരു വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് പ്രചരിപ്പിക്കാൻ, സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ദോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണമാണെന്നാണ് ഇവർ പറയുക. പക്ഷെ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല. സത്യസന്ധമായിട്ടുള്ള വിഷയങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഭീകരവാദ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പലരെയും പിടിക്കുന്ന സമയത്ത് ഇവർക്ക് കൃത്യമായിട്ട് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ലഹരി കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 2 മാസങ്ങളോളമായിട്ട് നടക്കുന്ന വിഷയങ്ങളിൽ നിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വിഷയം മനസ്സിലാക്കാൻ പറ്റും. ഒരു തർക്കമില്ല. ഇന്നിപ്പോ അതിന്റെ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ രാജ്യത്തേക്ക് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ എത്തുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് മാലിദ്വീപ് വഴി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീലങ്കയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും എത്തുന്ന സാഹചര്യങ്ങളുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് മാലിദ്വീപിലേക്കും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ടും ഒരു വലിയ രീതിയിലുള്ള ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലേക്ക് ഒരുപാട് രീതിയിൽ തന്നെ മയക്കുമരുന്ന് വരുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ സബർമതി പോർട്ടലെല്ലാം വെച്ചുകൊണ്ട് ഇതുപോലെ തന്നെയുള്ള സാഹചര്യങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയും ഇതേ ഭീകരവാദ സംഘടനകൾക്ക് തന്നെയായിരുന്നു ഇതിന്റെ പുറകിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ബന്ധം. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും നമ്മുടേതായിട്ടുള്ള ഗ്രാമങ്ങളിലുള്ള നമ്മുടെ മുന്നിലൂടെ പോകുന്ന നിരവധി ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇതുപോലെയുള്ള ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. ഇവിടെ പിടിക്കപ്പെടുമ്പോൾ ഒരു 6 പേർ പിടിക്കപ്പെടുന്ന സമയത്ത് അതിൽ 5 പേർ പുരുഷന്മാരും 1 പെൺകുട്ടിയുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല കേസുകളും കൊച്ചിയിൽ നിന്നടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു കണ്ണികൾ നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഭീകരബന്ധം എന്നുള്ളത് വലിയ വലുതാണ്. അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് അടക്കം പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വലിയ വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കേരളം എത്രത്തോളം വലിയ രീതിയിൽ അപകടത്തിലൂടെയാണ് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ലഹരി വേട്ട എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് ഓപ്പറേഷനാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാലും വളരെ ദുഃഖം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്രക്ക് വലിയ നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് കോഴിക്കോട് പന്നിയങ്കര പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിരൺ കുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വലിയ തരത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം മാത്രം തന്നെ അദ്ദേഹം ഏകദേശം 46ഓളം കേസുകൾ, ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെടുന്ന കേസുകൾ ആ പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഉടനടി ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസും CPM എല്ലാവരും കൂടിയിട്ട് ഭരണകക്ഷിയായിട്ടുള്ള CPM കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് പ്രതികരണങ്ങൾ, കാരണം നാടിന് വേണ്ടി ജനങ്ങളെ സേവിക്കുക, രാഷ്ട്രത്തെ രക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വരെയും ഇവിടെ സമാധാനമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ അത്രത്തോളം പ്രഷറാണ് ഇവിടെ. രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ ഇടപെടലും ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഈ സുഡാപ്പികളുടെ സ്വാധീനം എത്രത്തോളം നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇവരുടെ ഒരു പ്രഷറിന്മേലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം വലിയ രീതിയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ വലിയ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. അടുത്തത് ഈ കഴിഞ്ഞ ദിവസം രാത്രി കളമശ്ശേരിയിൽ നടന്നിട്ടുള്ള കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ അവിടുത്തെ IT നടന്നിട്ടുള്ള ഒരു വലിയ രീതിയിലൊരു കഞ്ചാവ് വേട്ട. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും ഈ ലഹരി മാഫിയയുടെ കൈകളിൽ കൃത്യമായിട്ട് അവർക്ക് അവിടെ ഏതെല്ലാം തരത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്.
അപ്പോൾ ഇവിടെ ഇത്രയും കാലത്തിനിടയിൽ ഇവിടെയെല്ലാം വലിയ തരത്തിൽ ഈ മയക്കുമരുന്ന് മാഫിയെ പിടിമുറുക്കുന്ന സമയത്തും നമ്മുടെ നാട്ടിലുള്ള ഇവിടുത്തെ അധികാരികൾ, സർക്കാർ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എല്ലാ ആളുകളും ഇവരൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു, എന്ത് നടപടിയാണ് ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എടുക്കാൻ സാധിച്ചിട്ടുള്ളത്? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ പ്രത്യേകമായിട്ടുള്ള ഒരു നിർദ്ദേശപ്രകാരം ജമ്മു കാശ്മീരിൽ നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഈ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് അന്ന് 2017 ഭീകരവാദികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ മയക്കുമരുന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. കാരണം ഭീകരന്മാർക്ക് ഈ തീവ്രവാദ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ വലിയ സാമ്പത്തികമാണ്, കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തികമാണ്. അപ്പോൾ ഇത് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ ഈ ഒരു കെണിയിൽ അകപ്പെടുത്തി അവരെ നശിക്കുകയും ചെയ്യും. കൂട്ടത്തിൽ ഭീകരവാദികൾക്ക് സാമ്പത്തികമില്ല. അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തെ ഏതെല്ലാം തരത്തിൽ ശിഥിലമാക്കുക, ക്ഷയിപ്പിക്കുക, നശിപ്പിക്കുക, വരും തലമുറ ഇവിടെ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് പ്രധാനമായിട്ടുള്ള ഘടകമാകുന്ന സമയങ്ങളിൽ അടക്കം ഇവരെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ കൊണ്ടുചാടിച്ച് നമ്മുടെ എല്ലാ ഒരു ഗ്രോത്ത് നശിപ്പിക്കുക, രാഷ്ട്രത്തിന്റെ ഒരു മുന്നോട്ടുള്ള പോക്കിനെ നശിപ്പിച്ച് കളയുക, ഭാരതത്തിന്റെ യുവതലമുറയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഭീകരവാദികളുടെ ലക്ഷ്യം. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളുടെ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനമാണെങ്കിലും ആ പ്രസ്ഥാനവുമായിട്ടെല്ലാം കൃത്യമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കൂടുതലും അറസ്റ്റിലാകുന്നത്. ഇതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം. ഇതിനെയാണ് നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ള രീതിയിൽ പാലാ ബിഷപ്പ് കൃത്യമായിട്ട് പറഞ്ഞത്. കാരണം ഇവിടെ ഒരു പ്രത്യേക വിഭാഗങ്ങളിലെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് അവരെ ഇതിന്റെ അടിമകളാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ഇതിനെ നാർക്കോട്ടിക് ജിഹാദ് എന്നും അല്ലെങ്കിൽ മറ്റ് ഭീകരവാദികളുടെ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു മുന്നോട്ട് പോക്കും ഈ മയക്കുമരുന്ന് വെച്ചുകൊണ്ടാണെന്നുള്ളത് കൃത്യമായിട്ട് അന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ പാലാ ബിഷപ്പിനെ അന്ന് കടിച്ചു കീറാനും അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാപനത്തിലേക്ക്, ബിഷപ്പ് ഹൗസിലേക്കൊക്കെ പ്രകടനം നടത്തിയ ആളുകളൊക്കെ ഇന്ന് അതിന് നിർദ്ദേശം നടത്തി കൊടുത്ത ആളുകളൊക്കെ ഇന്നിപ്പോ തിഹാർ ജയിലിൽ ഉണ്ടതെന്ന് അഴിയെണ്ണി കെടുക്കുകയാണ്. അവിടെ യോഗ എല്ലാം ചെയ്ത് വലിയ രീതിയിൽ കെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം ഇവിടെ പ്രവർത്തിച്ച ആളുകൾ ഇപ്പോഴും ഈ ഭീകരവാദികളുടെ കൃത്യമായിട്ടുള്ള കെണിയിലാണ്, അതിൽ സംശയമില്ല. ഇവർക്കൊക്കെ തീവ്രവാദ സംഘടനകളുമായിട്ട് വ്യക്തമായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിക്രമങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുന്നത്? ഒന്നുമില്ല എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞൊരു 10 വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള തീവ്രവാദികളുടെ ഒരു ലിസ്റ്റ് നോക്കുക, അതോടൊപ്പം തന്നെ NIA, കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള NIA അറസ്റ്റ് ചെയ്തിട്ടുള്ള തീവ്രവാദികൾ ലിസ്റ്റ് നോക്കുക. അപ്പൊ ഇത് രണ്ടും നോക്കുന്ന സമയത്ത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് തീവ്രവാദ പ്രവർത്തനത്തിൽ ഇടപെടാനുള്ള ഒരു തരത്തിലുമുള്ള താല്പര്യമില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവരുടെ കൈകളിലുള്ള ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഇല്ല. വളരെ വളരെ ശോചനീയമാണ്. ഇങ്ങനെ ഒരു സംവിധാനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇവിടെ SDPIയോ പോപ്പുലർ ഫണ്ടോ അതുപോലെ സിമിയോ ഇവിടെ ആര് വേണമെങ്കിലും പ്രവർത്തിക്കും. ഇപ്പോൾ SDPI നിരോധിച്ചിട്ടില്ല, നിരോധിക്കാനുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസി പോലും ഇപ്പൊ അറസ്റ്റിലായിരിക്കണം. അതും തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. തീവ്രവാദ സംഘടനകളുടെ കയ്യിൽ നിന്ന് പണം പറ്റി അത് കൃത്യമായിട്ട് വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള EDയുടെ ആരോപണവും അതിന്റെ അന്വേഷണങ്ങൾ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു പോകുന്ന സംവിധാനങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തതാണ് നമ്മുടെ സംസ്ഥാനം ഇതുപോലെ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക്, ലഹരി മാഫിയയുടെ കൈകളിലേക്ക് അകപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം.